ആരും നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞു തരാതിരുന്ന വെബ്സൈറ്റ്, നമ്മുടെ മൊത്തം പണികളും എളുപ്പാക്കാൻ ഒരു സിംഗിൾ വെബ്സൈറ്റ് ഉണ്ടെങ്കിലോ, അങ്ങനെ ഒരു വെബ്സൈറ്റിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. tinyvow.com. വീഡിയോ, ഇമേജ്, PDF ഈ 3 സാധനങ്ങളായിട്ടാണല്ലോ മാക്സിമം നമുക്ക് വർക്ക് ഉണ്ടാകുക. ഈ 3 ഐറ്റം വെച്ച് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ വരുമോ അതെല്ലാം ഈ വെബ്സൈറ്റിലുണ്ട്. വീഡിയോന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ഫസ്റ്റ് ഫോർമാറ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. MP4, MOV, ഈവൻ GIF വരെയൊക്കെ നമുക്ക് ഒരു വീഡിയോനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഈവൻ ടിക്ടോക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ലിങ്ക് മാത്രം കൊടുത്താൽ മതി. പിന്നെ ട്രിം ചെയ്യാം, മെർജ് ചെയ്യാം, കംപ്രസ് ചെയ്യാം, ട്രാൻസ്ക്രിപ്റ്റ് എടുക്കാം, ട്രാൻസ്ക്രൈബ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന 1-2 മണിക്കൂർ നേരത്തെ വീഡിയോസ് ഉണ്ടാവുമല്ലോ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളത്. അതിന്റെ ലിങ്ക് നമ്മൾ ഈ വെബ്സൈറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വിത്ത് ടൈം കോഡ് നമുക്ക് അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് കിട്ടും, ഒരു വേർഡ് കൂടി മിസ്സാവാതെ. ഇനി ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, നമുക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3 മണിക്കൂർ 3.5 മണിക്കൂറുള്ള ടെക് ടോക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പോഡ്കാസ്റ്റുകളോ ഇതിന്റെയൊക്കെ ലിങ്ക് നമ്മൾ ഈ വെബ്സൈറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ സമ്മറൈസ് ചെയ്ത് 1-2 പേജിന്റെ ഉള്ളിൽ വിത്ത് കീവേഡ്സ് ആൻഡ് ബുള്ളറ്റിംഗ് പോയിന്റ്സ് നമുക്ക് കിട്ടും. സോ അതൊരു 2 പേജ് വായിച്ചു നോക്കിയാൽ അതിന്റെ ഒരു ആകത്തുക നമുക്ക് മനസ്സിലാവും. പിന്നെ ഇമേജിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോർമാറ്റ് മാറ്റാൻ പറ്റും. SVG, TIFF, PNG, EPS, Web, GIF, VSD, PSD, PPTX, ഈവൻ PDF. നമ്മൾ ഈ ഐഫോണിലൊക്കെ എടുക്കുന്ന ഫോട്ടോസ് HEIC കോഡൊക്കെ ആയിരിക്കുമല്ലോ, അതിനെ JPG-ലേക്ക് കൺവേർട്ട് ചെയ്യാനും ഈ വെബ്സൈറ്റ് കൊണ്ട് പറ്റും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ, ഏതെങ്കിലും അൺവാണ്ടഡ് ഒബ്ജക്റ്റോ പേഴ്സണെയോ റിമൂവ് ചെയ്യാൻ, ക്ലീനപ്പ് ചെയ്യാൻ, ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ, ബോർഡർ ഇടാൻ, പിന്നെ DP ആക്കിയിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്ത് കിട്ടില്ല സർക്കിളായിട്ട്, അത് ചെയ്യാൻ, പിന്നെ ഇമേജസ് കമ്പൈൻ ചെയ്യാൻ, കൊളേജ് ആക്കാൻ, പിന്നെ എഫക്ട്സ് ആഡ് ചെയ്യാൻ, ബ്ലർ ആക്കാൻ, പിക്സലേറ്റ് ആക്കാൻ, ഈവൻ അപ്സ്കെയിൽ ചെയ്യാൻ ഈ ഇമേജ് ടൂൾസ് കൊണ്ടൊക്കെ പറ്റും. ഇനി അടുത്തത് PDF-ന്റെ കാര്യം വരികയാണെങ്കിൽ ഒരുവിധം PDF കൊണ്ട് നമുക്ക് ചെയ്യേണ്ട എല്ലാ പരിപാടികളും ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. PDF-ന്റെ ഫോർമാറ്റിൽ നിന്ന് തുടങ്ങാം. അത് PPT ആക്കാം, Excel ആക്കാം, വേർഡ് ആക്കാം. പിന്നെ EPUB എന്ന് പറഞ്ഞൊരു സംഭവമല്ലേ, അതായത് നമ്മൾ ഈ ബുക്കൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന EPUB-നെ PDF ആക്കാനും ഈ വെബ്സൈറ്റ് കൊണ്ട് പറ്റും. പിന്നെ PDF-ലെ കോണ്ടന്റ്സ് റൊട്ടേറ്റ് ചെയ്യാൻ, റീഅറേഞ്ച് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ, ഈവൻ ഇമേജസ് എക്സ്ട്രാക്ട് ചെയ്യാൻ വരെ. പിന്നെ PDF ട്രാൻസ്ലേറ്റ് ചെയ്യാം, ലോക്ക് ചെയ്യാം, ലോക്ക്ഡ് PDF അൺലോക്ക് ചെയ്യാം, അനോട്ടേറ്റ് ചെയ്യാം, വാട്ടർമാർക്ക് ഇടാം, സ്പ്ലിറ്റ് ചെയ്യാം, കംപ്രസ് ചെയ്യാം. പിന്നെ CSV ഡാറ്റാസില്ലേ, അതിനെയും പല ഫോർമാറ്റ്സിലേക്ക് മാറ്റാനുള്ള ടൂൾസും ഉണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ മീംസ് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വലിയ ഫയൽസ് കംപ്രസ് ചെയ്യണമെങ്കിൽ സിപ്പ് ടൂൾ ഉണ്ട്. അടുത്തൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ QR കോഡ് ജനറേറ്റർ. അതായത് നമുക്ക് ഏതൊരു URL-ഉം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ QR കോഡ് കിട്ടും. പിന്നെ അത് നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ വെബ്സൈറ്റിലേക്ക് പോകും. പിന്നെ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, 1 മണിക്കൂറേ ഇതിന്റെ വാലിഡിറ്റി ഉള്ളൂ. അതായത് നമ്മൾ ഏത് വർക്കും ഇതിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വർക്ക് കഴിഞ്ഞാൽ ആ വർക്ക് സേവ് ചെയ്യപ്പെടുക 1 മണിക്കൂർ മാത്രം. അത് കഴിഞ്ഞാൽ വെബ്സൈറ്റിനെ അത് ഡിലീറ്റ് ചെയ്യും. അതായത് ഇത്രയും ഫ്രീ ആയിട്ട് തരുമ്പോൾ അവരുടെ ഡാറ്റാബേസിനെയും സെർവറിനെയും നമ്മൾ ഇത്തിരി ഒന്ന് മാനിക്കണ്ടേ, വല്ലാതെ ലോഡ് അവർക്ക് കൊടുക്കരുതല്ലോ. ഒരു പണി എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്യുക, ഒഴിവാക്കുക. കാരണം 1 മണിക്കൂറേ ഇതിന്റെ വാലിഡിറ്റി ഉള്ളൂ. പിന്നെ ഇത്രയും കാര്യങ്ങൾ മൊത്തം ഫ്രീയാ, 1 രൂപ കൂടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട. നമ്മുടെ വർക്ക് ഫ്ലോന്റെ സമയം പകുതി കുറയും. പിന്നെ പല സൈറ്റുകളും ബുക്ക് മാർക്ക് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് മാറിക്കിട്ടും. ഈ ഒരൊറ്റ വെബ്സൈറ്റ് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഇത് തുറന്നു നോക്കിയാൽ അറിയാം, ഇറ്റ് വിൽ ബി ഷോൺ ആസ് tinyvow by Jenny. ജെനി ഇതുണ്ടാക്കിയ ആളാവാനാണ് സാധ്യത. അതുകൊണ്ട് വെബ്സൈറ്റുകളുടെ ലോകത്തെ അക്ഷയപാത്രത്തെ നമുക്ക് തന്ന ജെനി ചേച്ചി ഒരു 100 വർഷം നല്ല സമ്പാദ്യത്തോടു കൂടിയിട്ടും സന്തോഷത്തോടു കൂടിയിട്ടും ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. tinyvow.com.